എല്ലാം പൊട്ടിച്ച് ആനനെ ഇങ്ങോട്ട് വിട്ടു. ആനയാണ് കുഴപ്പം. ആനയോ എല്ലാം നശിപ്പിച്ചേട്ടോ. ഞാൻ വീഴുന്നതിന് മുമ്പ് ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് അവിടുത്തെ എടുക്കാം. എടുത്തിട്ടില്ല. ഈ കാണുന്നത് കണ്ടോ? ഇത് ഇന്നോ ഇന്നലെ ഇപ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല ഇതിനകത്ത് കയറി. താഴെ ഉണ്ടായിരുന്ന കമുകും വാഴയും ഞങ്ങളെ ടാങ്ക് വരെ ചവിട്ടി പൊട്ടിച്ച്. എന്നിട്ട് ഇത് ഇപ്പം ഞങ്ങളെ മുറ്റത്ത് വന്ന് രാത്രി ഒരു 2 മണിയായി കാണുമെന്ന് തോന്നുന്നു. സൗണ്ട് കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പം മുറ്റത്ത് നിൽപ്പുണ്ട്. 1 അല്ല 2 അല്ല 3 പേരുണ്ട്. ഈ തെങ്ങ് മറിയുന്ന സൗണ്ട് കേട്ട ഈ വാഴ ഇതൊന്നും പോയി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഈ തെങ്ങ് മറിയുന്ന സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഉണർന്നപ്പോൾ വാതിൽ തുറക്കാൻ പേടിയായിരുന്നു. പേടിച്ചിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോൾ നമുക്കൊരു സൗണ്ടുണ്ട്. ആ സൗണ്ട് കേട്ട് ഇത് 3 താഴോട്ടും മേലോട്ടും ആയിട്ടൊക്കെ കയറിപ്പോയി. എങ്ങനെയാണ് ഞങ്ങൾ പേടിച്ച് കിടന്നുറങ്ങണം? വീടിലിട്ടൊരു തട്ടിയാൽ വീടെല്ലാം കൂടെ താഴെ വീഴും. അതേ അവസ്ഥയൊക്കെ നിൽക്കുന്ന വീടാണ്. ഇനി ഞങ്ങൾ എങ്ങനെയാണ് രാത്രി പേടിച്ച് കിടന്നുറങ്ങേണ്ട? ഇത് ആദ്യം കയറിയപ്പോഴും ഞങ്ങൾ പരാതിപ്പെട്ട്, രണ്ടാമത് കയറിയപ്പോഴും പരാതിപ്പെട്ട്, പിന്നെ വന്ന് മുറ്റത്തിരുന്ന ടാങ്ക് ചവിട്ടി പൊട്ടിച്ച്. അന്നേരവും പറഞ്ഞു. അന്നേരം ഇതാരും എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഇപ്പം ഇത് ഞങ്ങൾ എന്നാ ഇനി പേടിച്ച് കിടക്കാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെയാണ് പേടിച്ച് കിടക്കുന്നത്? ഈ ടാങ്കാണോ പൊട്ടിച്ചത്? വീട്ടിലുണ്ടായ വളരെ വലിയ അപകടം തന്നെയാണ്. എല്ലാവരും സൂക്ഷിക്കുക.